SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വെള്ളാപ്പള്ളി മനസ്സിലൊന്നു വെച്ച് വേറെ കാര്യം പറയില്ലെന്നും ഉള്ള കാര്യം തുറന്നു പറയുമെന്നും ചെന്നിത്തല പുകഴ്ത്തി. ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ വെള്ളാപ്പള്ളി അതുപോലെ ധാരാളം സ്നേഹവും ഏറ്റുവാങ്ങിയെന്നും ചെന്നിത്തല പറഞ്ഞു. ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് വേറൊന്ന് വിളിച്ചു പറയില്ല, ഉള്ള കാര്യം തുറന്നു പറയും. ചിലപ്പോൾ ഞങ്ങളെയൊക്കെ വിമർശിക്കും, പക്ഷേ ആ വിമർശനത്തോടു കൂടി അത് അവിടെ അവസാനിക്കുകയാണ്. മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം ഞങ്ങളോട് മറ്റൊന്ന് പറയാറില്ല. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളോട് മറ്റു കാര്യങ്ങൾ നമ്മുടെ മുഖത്ത് നോക്കി പറയും. ജനറൽ സെക്രട്ടറി പലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും തൻ്റെ മനസ്സിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ അതെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, പലതരത്തിൽ ശ്രമങ്ങൾ നടത്തിയിരുന്നു വെള്ളാപ്പള്ളിയെ കാണാനും സംസാരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ. വെള്ളാപ്പള്ളി എടുക്കുന്ന നിലപാടുകൾ ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതും അറിയാം. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ചെന്നിത്തല വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുന്നത്. എവിടെയായിരുന്നു, എന്താണ് പറഞ്ഞത്? SNDP ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം പൂർത്തിയാക്കിയിരുന്നു. ഇതിന്റെ ഒരു ആദരവായി SNDP കൊല്ലം യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിലാണ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ പങ്കെടുത്തത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയാണ് പങ്കെടുത്തത്. ആ പ്രസംഗം ശ്രദ്ധിച്ചാൽ തന്നെ ആദ്യം മുതലേ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളെ മറ്റു കാര്യങ്ങളെല്ലാം പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനങ്ങൾ ഉന്നയിക്കുക, അധിക്ഷേപ തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയ ഒരാളായിരുന്നു. പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങിയ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു: തന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉറച്ചു നിന്ന്, മാത്രമല്ല മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് പുറത്ത് വേറൊരു കാര്യം പറയുന്ന ആളല്ല വെള്ളാപ്പള്ളി നടേശൻ. ഉള്ള കാര്യം തുറന്നു പറയുന്ന രീതിയിലാണ് ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങി, അതുപോലെ ധാരാളം സ്നേഹവും ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയായിരുന്നു വെള്ളാപ്പള്ളി. അതായത് ചെയ്ത പ്രവർത്തനങ്ങൾ, ആ കാര്യങ്ങളെയൊക്കെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് SNDP കൂടെ നിർത്താനുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിനെയൊക്കെ അധിക്ഷേപിച്ചത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു അകൽച്ച വന്നത്. ഈ CPM-ഒക്കെ ചേർന്ന് നിൽക്കുന്ന അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് പലപ്പോഴും വെള്ളാപ്പള്ളി സ്വീകരിക്കുന്നത്. വിശ്വാസ സംരക്ഷണ യാത്ര ഉൾപ്പെടെ നടത്തിയതോടെ അതിലൊരു മാറ്റം വരുമെന്നൂടെ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ രമേശ് ചെന്നിത്തലനെ നേരിട്ട് പങ്കെടുക്കുകയും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ശരി ലിജോ.